അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ മലമ്പുഴ കല്ലേപ്പുള്ളിയിലെ എയ്ഡഡ് സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി AU റിപ്പോർട്ട്. വിവരം പോലീസിനെ അറിയിക്കുന്നതിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ടെത്തൽ. പോലീസ് അന്വേഷണം കൂടി പൂർത്തിയായ ശേഷം സ്കൂളിനെതിരെ നടപടി ഉണ്ടായേക്കും. ഗോകുൽ VS ഉണ്ട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ഗോകുൽ, സ്കൂളിനെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ AEO പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? പ്രധാനമായും പറയുന്നത് സ്കൂളിൽ ഗുരുതര വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ സ്കൂൾ അധികൃതർക്ക് ഈ വിഷയം പോലീസിനെ അറിയിക്കുന്നതിൽ കാലതാമസമുണ്ടായി. രക്ഷിതാക്കളുടെ നിസ്സഹകരണം ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അത് കാര്യമാക്കാതെ പോലീസിനെ അറിയിക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സ്കൂൾ അവധിയായിരുന്നു, ക്രിസ്മസ് അവധി ദിവസങ്ങളാണ് ഈ ഇടയിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. അപ്പോൾ ഇത് പോലീസിനെ അറിയിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റി. പിന്നീട് രക്ഷിതാക്കളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച സമയമെടുത്താണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത്. ഇതാണ് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായി ഒന്നാമത് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം ഈ അധ്യാപകനെതിരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ്. ഇയാളിൽ നിന്ന് രാജി എഴുതി വാങ്ങി ഇദ്ദേഹത്തെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ പോകാൻ അനുവദിക്കുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കണമായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണമായിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. പിന്നീട് ഇത് സ്കൂൾ അധികൃതരെ ഒരു രേഖാമൂലമുള്ള പരാതി, അതിനു മുൻപ് ഫോൺ വഴിയും മറ്റും അറിയിച്ചിരുന്നു എന്നതല്ലാതെ രേഖാമൂലം ഒരു പരാതി നൽകുന്നത് ഈ മാസം ജനുവരി 2-ാം തീയതിയാണ്. അപ്പോൾ അതുവരെയും ഈ സംഭവങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയും രേഖാമൂലമൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരാതി നൽകാൻ സ്കൂൾ അധികൃതർ തയ്യാറായത് എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ സ്കൂളിനെതിരെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ആണെങ്കിൽ അതനുസരിച്ച് നടപടി ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശരി ഗോകുൽ, സ്കൂളിനെതിരെ ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് പറയുന്നത്. മാതാപിതാക്കളുടെ ഒരു എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനെയൊക്കെ വകവയ്ക്കാതെ തന്നെ ഈ പരാതി ബോധിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ അതുണ്ടായില്ല എന്നാണ് AEOയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗുരുതരമായ വീഴ്ച സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ അന്വേഷണം കൂടി പൂർത്തിയായ ശേഷം സ്കൂളിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.